ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണം അന്വേഷിക്കുമെന്ന് സുപ്രീംകോടതി. അന്വേഷണം നടത്താതെ കണ്ണടച്ചാൽ രാജ്യത്തിന് സുപ്രീംകോടതിയിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ആരോപണവുമായി ബന്ധപ്പെട്ട് സിബിഐ, പോലീസ്, IB ഉദ്യോഗസ്ഥരുമായി ജഡ്ജിമാർ ചർച്ച നടത്തി. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതി വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകണം. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം നടന്നില്ലെങ്കിൽ ജഡ്ജിമാർക്ക് മാത്രമല്ല സുപ്രീം കോടതിക്ക് പോലും അതിജീവിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ആരോപണം അന്വേഷിക്കാനുള്ള സുപ്രീം കോടതി തീരുമാനം. സുപ്രീം കോടതിയിലെ കേസുകളിൽ അനുകൂല വിധി ലഭ്യമാക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടെന്നാണ് സത്യവാങ്മൂലത്തിലെ ആരോപണം. ഇത്രയും ഗൌരവമേറിയ വിഷയം പരിഗണിക്കാതിരിക്കാനാകില്ല. അതിനാൽ വിഷയം വേരോടെ പരിശോധിക്കണം. കേസ് പരിഗണിച്ച ബെഞ്ചിലെ അധ്യക്ഷനായ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ചില ശക്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഇതേവരെ ഒരു ചീഫ് ജസ്റ്റിസിനും സാധിച്ചില്ല. എന്നാൽ നിയമ സംവിധാനത്തെ ശുദ്ധീകരിക്കാനാണ് നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBI ജോയിന്റ് ഡയറക്ടർ, ദില്ലി പോലീസ് കമ്മീഷണർ, IB ഉദ്യോഗസ്ഥൻ എന്നിവരെ ചേംബറിലേക്ക് വിളിച്ചുവരുത്തി ജഡ്ജിമാർ ചർച്ച നടത്തി. ആഭ്യന്തര സമിതി വിഷയമന്വേഷിക്കാൻ പര്യാപ്തമല്ലാത്തതിനാലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ആലോചന. ലൈംഗികാരോപണ അന്വേഷണവും ഈ കേസ് അന്വേഷണവും തമ്മിൽ ബന്ധമുണ്ടാകില്ലെന്നും കോടതി വിശദീകരിച്ചു. അതേസമയം ചീഫ് ജസ്റ്റിസിനെ കുടുക്കാൻ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ശ്രമം നടത്തിയെന്നാരോപിച്ച അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബയൻസിന് നാളെ അധിക സത്യവാങ്മൂലം നൽകാൻ കോടതി അനുമതി നൽകി. ചീഫ് ജസ്റ്റിസിനെ കുടുക്കാൻ ശ്രമം നടത്തിയതിൽ 3 സുപ്രീം കോടതി ജീവനക്കാരും ഉണ്ടെന്ന് ബയൻസ് കോടതിയെ അറിയിച്ചിരുന്നു. കേസ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ഇതിനിടെ ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതിയോട് വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ സമിതി നിർദ്ദേശം നൽകി. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. കല്ലട ബസിലെ ദുരനുഭവം പങ്കുവച്ച അധ്യാപികയായ മായയ്ക്കെതിരെ ബസ് ജീവനക്കാരന്റെ ഭീഷണി. ഫേസ്ബുക്കിലൂടെയാണ് നിരഞ്ജൻ രാജു എന്ന ജീവനക്കാരൻ ഭീഷണി മുഴക്കിയത്. ഇതിനെതിരെ സൈബർ പോലീസിൽ മായ പരാതി നൽകി. നേരത്തെ മായയുടെയും മകളുടെയും ദുരിതയാത്രാ വിവരണം വൈറലായിരുന്നു. കല്ലട ബസിൽ യാത്രക്കാരനെ മർദ്ദിച്ച സംഭവമുണ്ടായ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയായ മായ മാധവൻ തനിക്കും മകൾക്കും കല്ലട ട്രാവൽസിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം പങ്കുവയ്ക്കുന്നത്. 2017 തമിഴ്നാട്ടിലെ വില്ലുപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഉടൻ വൈറലാവുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കല്ലട ബസിലെ ജീവനക്കാരൻ മായയുടെയും മകൾ ഉജ്ജ്വലയുടെയും ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്ത് ഇവരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത് പോസ്റ്റിട്ടത്. നിരഞ്ജൻ രാജു എന്ന ജീവനക്കാരനാണ് ഭീഷണി മുഴക്കിയതെന്ന് മായ പറയുന്നു. ഇന്നലെയാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഫേസ്ബുക്കിൽ ഓപ്പണായിട്ട് എനിക്കൊരു ഭീഷണി പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളത്. മെനഞ്ഞാന്ന് ഞാൻ 1-2 മാധ്യമങ്ങളിൽ ഇത് പങ്കുവച്ചിരുന്നു, എൻ്റെ അനുഭവം പങ്കുവച്ചിരുന്നു. അതിനെ തുടർന്ന് വന്ന പോസ്റ്റാണത്. അതായത് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ മകളുടെയും ചിത്രം ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഇതാണ്: ഇവളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാൻ കല്ലടയിൽ ആരുമില്ലേടാ എന്നാണ് ചോദിക്കുന്നത്. ചലഞ്ചാണ്. അതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക്, DGPക്ക്, സൈബർ സെല്ലിനും വനിതാ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. അർദ്ധരാത്രി 12 മണി മുതൽ പുലർച്ചെ 5 മണിവരെയായിരുന്നു മായയ്ക്കും മകൾക്കും ഉൾപ്പെടെ റോഡിൽ അന്ന് കഴിയേണ്ടി വന്നത്. കല്ലടയുടെ ഓഫീസ് അവിടെ ഉണ്ടായിരിക്കെയാണ് യാത്രക്കാർക്ക് റോഡിൽ നിൽക്കേണ്ട അവസ്ഥ വന്നത്. ഒപ്പം പുലർച്ചെ 5:30 ബസ് വന്നെങ്കിലും തുടർന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയത് അന്ന് ഒരു ദിവസം മാത്രമായിരുന്നു. അതും വളരെയധികം ചീത്തവിളി കേട്ടതിന് ശേഷവും. ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും കല്ലടയിൽ യാത്ര ചെയ്യുന്നവർ അനുഭവിക്കുന്നുണ്ടെന്നും മായ ടീച്ചർ പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കല്ലട ബസിൽ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ ബസ് ഉടമ കല്ലട സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരായില്ല. സുരേഷിനോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം കേസിൽ അറസ്റ്റിലായ 7 പേരും റിമാൻഡിലാണ്. തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട കല്ലട ബസ്സിൽ വെച്ചാണ് ജീവനക്കാർ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ചത്. ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇതിനകം 7 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെയാണ് ബസ് ഉടമ കല്ലട സുരേഷിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചത്. എന്നാൽ പോലീസ് കാത്തുനിന്നെങ്കിലും സുരേഷ് ഹാജരായില്ല. ഈ സാഹചര്യത്തിൽ സുരേഷിന് വീണ്ടും നോട്ടീസ് അയക്കുകയോ കേസെടുക്കുകയോ പോലീസിന് ചെയ്യാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം. അതേസമയം കേസന്വേഷണ ചുമതല തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. മർദ്ദിച്ചവരുടെ സംഘത്തിൽ 7 പേർ മാത്രമല്ലെന്നും 15ഓളം പേരുണ്ടായിരുന്നുവെന്നും മർദ്ദനമേറ്റവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനാൽ അവരെ കണ്ടെത്താനും പോലീസ് ശ്രമിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, കൊച്ചി. ഇന്ത്യയുടെ ആണവായുധങ്ങൾ ദീപാവലിക്ക് പൊട്ടിച്ചു കളിക്കാനുള്ളതല്ല എന്ന മോദിയുടെ പ്രസംഗത്തിൽ വിവാദം കത്തുന്നു. നരേന്ദ്രമോദിക്കെതിരെ രാജ്യാന്തര സമൂഹവും രംഗത്തെത്തി. മോദിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണം എന്ന് ആണവായുധ വിരുദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടു.
രാജസ്ഥാനിലെ ബാർമറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദ പ്രസംഗം നടത്തിയത്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഭീഷണിയിൽ ഇന്ത്യ കുലുങ്ങില്ലെന്നും ബാലാക്കോട്ടിൽ ശക്തമായ തിരിച്ചടി ആ രാജ്യത്തിന് നൽകിയെന്നും മോദി പറഞ്ഞു. ന്യൂക്ലിയർ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ദീപാവലിക്ക് വേണ്ടിയാണോ എന്നുമായിരുന്നു മോദിയുടെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ദേശീയ വികാരം ഉണർത്തി വോട്ട് പിടിക്കാനുള്ള മോദിയുടെ വില കുറഞ്ഞ തന്ത്രത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രതിഷേധം കത്തുകയാണ്. ഇന്റർനാഷണൽ ഫിസിഷ്യൻസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ന്യൂക്ലിയർ വാർ എന്ന സംഘടനയുടെ ഇന്ത്യൻ ചാപ്റ്റർ പ്രസ്താവനയിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. മോദിയുടെ പ്രസ്താവന അപകടകരവും പ്രകോപനം ഉണ്ടാക്കുന്നതാണെന്നും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണെന്ന് സംഘടന വിമർശിച്ചു. നിഷ്കളങ്കരായ വോട്ടർമാരെയും ആരാധകരെയും സ്വാധീനിക്കാനാണ് മോദി ഇത്ര ആപത്കരമായ പ്രസ്താവന നടത്തിയതെന്നും സംഘടന ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ നിന്ന് മോദിയെ വിലക്കണമെന്ന ആവശ്യവും ശക്തമായി. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് മോദിയെ വിലക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. പ്രസംഗത്തിനെതിരെ പാകിസ്ഥാനും രംഗത്ത് വന്നിരുന്നു. മോദിയുടെ പ്രസ്താവന നിർഭാഗ്യകരവും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കിയത്. അതേസമയം വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി കൂടിയായ മോദി നടത്തുന്ന പക്വതയില്ലാത്ത പ്രസ്താവനകളിൽ രാജ്യാന്തര സമൂഹത്തിനിടയിൽ ആശങ്കകളും വർദ്ധിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. UP മുൻ മുഖ്യമന്ത്രി NT തിവാരിയുടെ മകൻ രോഹിത് ശേഖറിന്റെ മരണം കൊലപാതകമെന്ന് ദില്ലി ക്രൈംബ്രാഞ്ച്. രോഹിതിന്റെ ഭാര്യ അപൂർവയെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ അപൂർവ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-നായിരുന്നു UP മുൻ മുഖ്യമന്ത്രി NT തിവാരിയുടെ മകൻ രോഹിത്തിന്റെ മരണം. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ സംശയവും ശക്തമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് രോഹിത്തിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. തലയണ ഉപയോഗിച്ച് മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു എയിംസിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതോടെ രോഹിത്തിന്റെ കുടുംബാംഗങ്ങളിലേക്ക് അന്വേഷണം നീണ്ടു. പിന്നാലെ രോഹിത്തിന്റെ അമ്മ മരുമകൾ അപൂർവയ്ക്കെതിരെ നൽകിയ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. മകനും ഭാര്യയും തമ്മിൽ നല്ല ബന്ധത്തിലല്ലായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നും രോഹിത്തിന്റെ അമ്മ പോലീസിനെ മൊഴി നൽകി. അപൂർവയ്ക്കും കുടുംബത്തിനും രോഹിത്തിന്റെ സ്വത്തുക്കളായിരുന്നു ആവശ്യമെന്നും മൊഴിയിലുണ്ട്. ഇതോടെയാണ് അപൂർവയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തത്. അറസ്റ്റിന് മുൻപേ 8 മണിക്കൂറോളം അപൂർവയെ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ അപൂർവ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം 90 മിനിറ്റിനകം അപൂർവ തെളിവുകൾ നശിപ്പിച്ചെന്നും പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, ദില്ലി. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ളയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ശ്രീധരൻ പിള്ളയ്ക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതാവ് ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് നടപടി. ശ്രീധരൻ പിള്ളയ്ക്കെതിരെ കേസെടുത്തതായി സർക്കാർ കോടതിയെ അറിയിച്ചു. വർഗീയ പ്രസംഗത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM നേതാവ് V ശിവൻകുട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വിശദീകരിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ശ്രീധരൻപിള്ളയ്ക്ക് കോടതി നോട്ടീസ് അയച്ചത്. എന്ത് സാഹചര്യത്തിലാണ് മതവിദ്വേഷം കലർന്ന പ്രസംഗം നടത്തിയതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഇനി കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വേനലവധിക്ക് ശേഷം കോടതി വീണ്ടും ചേരുമ്പോൾ ശ്രീധരൻപിള്ളയുടെ വിശദീകരണം കോടതി പരിശോധിക്കും. ആറ്റിങ്ങലിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലായിരുന്നു BJP അധ്യക്ഷന്റെ വിവാദ പ്രസംഗം. ബല്ലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ച ഭീകരർ ഇസ്ലാമാണോ എന്നറിയണമെങ്കിൽ വസ്ത്രം മാറി നോക്കണമെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ പ്രസംഗം. ഇതിനെതിരെ വലിയ വിമർശനമുയർന്നുവെന്നെങ്കിലും CPIM നേതാവ് V ശിവൻകുട്ടി മാത്രമാണ് കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അദ്ദേഹം പരാതി നൽകിയിരുന്നു. പ്രചരണ രംഗത്ത് വർഗീയത ആയുധമാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇക്കുറി കടന്നുപോയത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആദ്യമായി ഉണ്ടായിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. 50% വിവിപാറ്റ് എണ്ണണമെന്നാവശ്യപ്പെട്ട് 21 പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധയിടങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുനഃപരിശോധനാ ഹർജി. ദില്ലി നോർത്ത് വെസ്റ്റ് MPയും BJP നേതാവുമായ ഉദിത് രാജ് കോൺഗ്രസിൽ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതാണ് പാർട്ടി വിടാൻ കാരണം. കണ്ണൂർ മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് കൊല്ലപ്പെട്ട സംഭവത്തിലെ 4 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 1-ാം പ്രതി ആകാശ് എന്ന ആകാശ് തില്ലങ്കേരി, 2-ാം പ്രതി രഞ്ജി രാജ്, 3-ാം പ്രതി K ജിതിൻ, 4-ാം പ്രതി ദീപ് ചന്ദ് എന്നിവർക്കാണ് ഉപാധികളോടെ ജാമ്യം.